സ്വർണ്ണ വ്യാപാര രംഗത്ത് നടക്കുന്നത് പണിക്കൂലിയല്ല. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇന്ന് നിലവിൽ വ്യാപകമായിട്ട് കേരളത്തിൽ നടക്കുന്നത് നോക്കുകൂലിയാണ്. ഒരു പവന്റെ സ്വർണ്ണമോതിരം പണിയുന്നതിന് പണിക്കൂലിയായിട്ട് പണിക്കാർക്ക് കൊടുക്കുന്ന കൂലി 500 മുതൽ 1000 രൂപ വരെയാണ്. അതേ സമയത്ത് സാധാരണക്കാരന്റെ നിന്നും 1 ലക്ഷം രൂപയുടെ സ്വർണത്തിന് പണിക്കൂലിയായിട്ട് 10% എടുത്താലും 15% എടുത്താലോ 10,000-ഓ 15,000-ഓ 20,000 രൂപ വരെയാണ് പണിക്കൂലിയായിട്ട് ഈടാക്കുന്നത്. ഒരു പവൻ ആഭരണം വാങ്ങാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് എത്ര രൂപ ചെലവ് വരും? അതിന്റെ കണക്കുകൾ എങ്ങനെയാണ്? ശരിക്കും ഒരു പവൻ ഇന്ന് വാങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ആഭരണമായിട്ട് വാങ്ങാം, ETF ആയിട്ട് വാങ്ങാം, മറ്റു പല ഓപ്ഷനുകളുണ്ട്. ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് വാങ്ങാം. അപ്പൊ നമ്മൾ ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മണി വാല്യൂവിന്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു പവൻ വാങ്ങുമ്പോൾ അത് എത്ര രൂപ ചെലവാകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പൊ 1 ലക്ഷം ഇന്നത്തെ നിലവിലനുസരിച്ച് ഒരു പവൻ വാങ്ങാൻ വേണ്ടി ഏകദേശം 1,31,000 രൂപയോളം നമുക്ക് ചിലവായിട്ട് വരും. ഈ 1,31,000 രൂപയില് 10% പലിശ നമ്മൾ പണിക്കൂലി എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയത്ത് 20% ആണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് 20,000 രൂപ പണിക്കൂലി കൊടുക്കണം. അപ്പൊ അത് വലിയൊരു ഘടകമാണ്. പിന്നെ രണ്ടാമത് വരുന്നത് വാറ്റാണ്. പിന്നെ വേറൊന്ന് വരുന്നത് GST ആണ്. വാറ്റ് ഇപ്പം ബാധകമല്ല, GST ആണ് വരുന്നത്. GST 3% ആണ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ 20% പണിക്കൂലി 3% GST കൂടെ കണക്ക് കൂട്ടിയാൽ ഏകദേശം ഒരു പവൻ വാങ്ങുമ്പം ഏകദേശം 25,000 മുതൽ 30,000 രൂപ വരെ ചിലവാകുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കണക്കാക്കിയാൽ പോലും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പണിക്കൂലിയാണോ എന്നുള്ളതാണ്. പണിക്കൂലിയല്ല. സ്വർണ്ണ വ്യാപാര രംഗത്ത് നടക്കുന്നത് പണിക്കൂലിയല്ല. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇന്ന് നിലവിൽ വ്യാപകമായിട്ട് കേരളത്തിൽ നടക്കുന്നത് നോക്കുകൂലിയാണ്. പണി ചെയ്യുന്നതിന് കിട്ടുന്ന കൂലിയാണ് പണിക്കൂലി. പക്ഷെ പണി ചെയ്യുന്നത് നോക്കി നിൽക്കുന്നതിന് പറയുന്നതാണ് നോക്കുകൂലി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പവന്റെ സ്വർണ്ണമോതിരം പണിയുന്നതിന് പണിക്കൂലിയായിട്ട് പണിക്കാർക്ക് കൊടുക്കുന്ന കൂലി 500 മുതൽ 1000 രൂപ വരെയാണ്. അതേ സമയത്ത് സാധാരണക്കാരന്റെ നിന്നും 1 ലക്ഷം രൂപയുടെ സ്വർണത്തിന് പണിക്കൂലിയായിട്ട് 10% എടുത്താലും 15% എടുത്താലോ 10,000-ഓ 15,000-ഓ 20,000 രൂപ വരെയാണ് പണിക്കൂലിയായിട്ട് ഈടാക്കുന്നത്. അതേസമയത്ത് 5,000 രൂപ എടുക്കുന്നവരുമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ പണിക്കൂലി എടുക്കുന്ന ആള് യഥാർത്ഥ പണിക്കൂലി കൊടുക്കുന്നത് 500-ഓ 1000 രൂപയാണ്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, സ്വർണ്ണ വ്യാപാര രംഗത്ത് പണിക്കൂലിയല്ല, നോക്കുകൂലിയാണ്. അതിന് പ്രത്യേകമായിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടി വരേണ്ടിയിരുന്നു. നമ്മുടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് കൃത്യമായൊരു കണക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു കുട്ടയോ വട്ടിയോ ഒരു ഷർട്ടോ ഒരു പാന്റോ തയ്ക്കുന്നതിന് നിശ്ചിതമായ കൂലിയുണ്ട്. ഷർട്ട് തയ്ക്കുന്നതിന് 300 രൂപ 400 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടയുണ്ടാക്കുന്നതിന് ഒരു നിശ്ചിത തുകയാണെങ്കിൽ, സ്വർണം പണിയുന്ന ഒരു സ്വർണ്ണ മോതിരം പണിയുന്നതിന് സ്വർണത്തിന്റെ അളവിനനുസരിച്ച് അല്ല സ്വർണത്തിന്റെ വില അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പണിക്കൂലി എന്നുള്ള നിലയിൽ എന്ന പേരിൽ എടുക്കുന്നത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു നിക്ഷേപനെ സംബന്ധിച്ചൊരു നല്ല പ്രവണതയല്ല. നേരെ മറിച്ച് പണിക്കൂലി എന്നുള്ള പേരല്ലാതെ മറ്റൊരു പേരാണെങ്കിൽ അതിനെ നമ്മൾ പിന്നെയും വ്യാഖ്യാനിക്കാം. പക്ഷെ പണിക്കൂലി എന്നുള്ള പേരിൽ സ്വർണം വാങ്ങുമ്പോൾ നമുക്ക് അറിയാം, 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയാൽ ഏകദേശം നമ്മൾ 1 ലക്ഷം രൂപയുമായി സ്വർണ്ണാഭരണശാലയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം 76,000 80,000 രൂപയായിരിക്കും, പണിക്കൂലിയും GSTയും കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഈ 76,000 80,000 രൂപ സ്വർണ്ണവില ഇനിയും ഈ ഉയരങ്ങളിൽ നിന്നും വീണ്ടും അടുത്ത 10% 20% കയറിയാൽ മിനിമം 4 മുതൽ 5 വർഷം വരെ എടുക്കും നമ്മുടെ മുതൽ തിരിച്ചു കിട്ടാനായിട്ട്. ഇവിടെയാണ് നമ്മൾ സ്വർണം ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണ്ണാഭരണങ്ങളെ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഇതാണോ സ്വർണം വിൽക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം? ഇപ്പോൾ സ്വർണം വിൽക്കുന്നത് കൊണ്ട് എത്രത്തോളം ഗുണമുണ്ട്? സാമ്പത്തിക തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് നമ്മൾ പഴയ സ്വർണം ഉണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, ഇതിപ്പോ വിൽക്കണോ അതോ ഹോൾഡ് ചെയ്യണോ എന്നുള്ളത്. തീർച്ചയായും സ്വർണത്തിന്റെ ഉയർന്ന വിലയാണിത്. അപ്പോ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ ഷോർട്ട് ടൈം ആവശ്യമാണെങ്കിലും ഹ്രസ്വകാല ആവശ്യമാണെങ്കിലും നമുക്കത് വിറ്റിട്ട് പഴയ സ്വർണം വിൽക്കുകയും നല്ല വിലയിൽ നെഗോഷിയേറ്റ് ചെയ്തതിനു ശേഷം പല ജുവലറികളിൽ നമ്മളത് സമീപിച്ചിട്ട് ഏറ്റവും കുറച്ച് മാത്രം ഡിപ്രീസിയേഷൻ എടുക്കുന്ന ജുവലറികളുമായിട്ട് സമീപിച്ച് നമ്മളത് ഹയസ്റ്റ് വിലയിൽ വിൽക്കുന്നത് നല്ലതായിരിക്കും. ഈ സ്വർണ്ണവില മാത്രമല്ല, വെള്ളിവിലയും കുതിച്ചു കയറുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ 3 മടങ്ങായി വെള്ളിവില വർദ്ധിച്ചു. എന്താണ് വെള്ളിവില വർദ്ധിക്കുന്നതിന്റെ ഫാക്ടർ? ലോക ചരിത്രത്തിൽ സ്വർണത്തിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന മറ്റൊരു ഏരിയയാണ് വെള്ളി എന്നുള്ളത്. വെള്ളിയെ സംബന്ധിച്ച് സ്വർണത്തിനോടൊപ്പം തന്നെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചലനം, അതിന്റെ സ്വർണത്തിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വെള്ളി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആഗോളതലത്തിൽ നോക്കിക്കഴിയുമ്പോഴേക്കും സ്വർണത്തിനോടൊപ്പം തന്നെ ഇത് തമ്മിലൊരു പ്രൊപ്പോർഷൻ ഉണ്ടായിരുന്നു. ആ പ്രൊപ്പോർഷൻ വളരെയധികം മാറിയിട്ടുണ്ട് ഇന്ന് അടുത്ത കാലത്തായിട്ട്. അതായത് സ്വർണം 100 രൂപ കയറുമ്പോൾ വെള്ളി എത്ര കയറും. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ സ്പെക്കുലേറ്റേഴ്സിന്റെ ഇടയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള, സ്പെക്കുലേറ്റേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് വെള്ളിയും ക്രൂഡ് ഓയിലുമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും അധികം ഫ്ലക്ച്വേഷൻ വരുന്നത് വെള്ളിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളി വളരെയധികം ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വെള്ളി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓവർ പ്രൈസിലാണ് യഥാർത്ഥത്തിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത് വെള്ളിക്ക് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. വെള്ളി ഇന്ന് ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നു. പ്രത്യേകിച്ചും സോളാർ, മൊബൈൽ പോലെയുള്ള കാര്യങ്ങളിൽ വെള്ളി വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിയുടെ ആ വ്യാവസായിക ആവശ്യം തന്നെ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് സ്വർണവും വെള്ളിയും തമ്മിലുള്ള വിലയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈസ് ഡിഫറൻസ് ഈ അടുത്ത കാലത്തായിട്ട് ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ അത് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളി ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. 14-9 ക്യാരറ്റ് സ്വർണത്തിന്റെയും വില കുറഞ്ഞിട്ടുണ്ടല്ലോ. മാറ്റു കുറഞ്ഞാലും വിലക്കുറവിൽ സ്വർണ്ണാഭരണം ധരിക്കുക എന്ന തരത്തിൽ ഇപ്പോഴും ഇത്തരം സ്വർണം വാങ്ങുന്നവരുമുണ്ട്. എന്താണ് ഈ 14-9 ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതിന്റെ രഹസ്യം? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കറിയാം സ്വർണത്തിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാളിറ്റി, സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ സ്വർണത്തിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ എടുക്കുമ്പോൾ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് എന്ന് പറഞ്ഞാൽ 24 ക്യാരറ്റ് ആണ്. അഥവാ 99.9% ഗോൾഡും ചെറിയ പെർസെന്റേജ് മാത്രം ചെമ്പും ഉള്ള ഒരു കാര്യമാണ് ഈ 24 ക്യാരറ്റ് അഥവാ നമുക്ക് നാണയങ്ങളായിട്ട് വാങ്ങുന്നത്. അതേസമയത്ത് ഇതിന് തൊട്ട് താഴെയുള്ളത് 916 എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ 91.6% ആണ് അതിനകത്ത് ഗോൾഡിന്റെ കണ്ടന്റ് ഉള്ളത്. ബാക്കിയുള്ള 8% 8.4% എന്ന് പറയുന്നത് ചെമ്പാകണം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ചെമ്പ് ചേർത്തിട്ടാണ് അവർ ആഭരണങ്ങൾ പണിയുന്നത്. അതോടൊപ്പം തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് 18 ക്യാരറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ 75% അതിന്റെ സ്വർണത്തിന്റെ അളവ്. ഇനി അതിന് താഴെയായിട്ടാണ് നമ്മൾ 14 ക്യാരറ്റ് വരുന്നത്. 57.5% ആണ് അതിലെ സ്വർണത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ 9 ഗ്രാം വന്നിട്ടുണ്ട്. അത് 37.5% ആണ് അതിൽ സ്വർണത്തിന്റെ കണ്ടന്റ്. അപ്പൊ സ്വർണത്തിന്റെ അളവ് അതിലുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ ചെമ്പ് കൂടുതൽ അടിച്ചിരിക്കുന്നത്. അപ്പൊ സ്വർണത്തിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല മാർഗങ്ങളും ഇപ്പോൾ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്രയധികം വില വർദ്ധിക്കുന്ന സമയത്ത് സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വർണത്തിന് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ നമുക്കറിയാം 1 ഗ്രാം ഗോൾഡ് എന്നുള്ള സങ്കല്പം തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. അപ്പോൾ അതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ 1 ഗ്രാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ചെമ്പാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ ഈ സ്വർണത്തിന്റെ ചെറിയ ക്യാരറ്റിലുള്ള 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, 9 ക്യാരറ്റിനൊക്കെ വരും ദിവസങ്ങളിൽ വൻ ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.